കുറേ നാളുകൾക്ക് മുമ്പ് 1 ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവന്റിൽ കുറേ പ്ലേയേഴ്സിന് ലഭിച്ച ഒരു ബണ്ടിലായിരുന്നു ഇടഭാഗത്ത് കാണുന്ന ഒരു നീല കളർ ബണ്ടിൽ. നമ്മളിവിടെ വലതുഭാഗത്ത് കാണുന്ന ബണ്ടിൽ ഒരു പച്ച കളർ ബണ്ടിലാണ് ഗൈസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഈ ക്രോമ ഇവന്റിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ബണ്ടിലാണത്. ഈ ഒരു ഗ്രീൻ കളർ ബണ്ടിൽ നമുക്ക് വെറുതെ അല്ല ഗൈസ് ലഭിക്കുന്നത്. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, നമുക്ക് ഒരുപാട് തവണ സ്പിൻ ചെയ്യേണ്ടി വരും. ഈ ഒരു ബണ്ടിൽ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ നമുക്ക് ഇവിടെ കാണുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, വലതുഭാഗത്ത് കാണുന്ന സ്റ്റേജ് ഇല്ലേ, ആ സ്റ്റേജ് നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് അവസാനത്തെ സ്റ്റേജിൽ 5ാമത്തെ സ്റ്റേജ് ലഭിക്കുന്നതാണ് ഗൈസ് ആ ഒരു ബണ്ടിൽ, ആ ഒരു ഗ്രീൻ കളർ ബണ്ടിൽ. ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അവതാർ കിട്ടും. പിന്നെ നമുക്ക് 2ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആകുമ്പോൾ ലഭിക്കുന്നത് ബാനറാണ്. ഈ സ്റ്റേജ് എങ്ങനെ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ബണ്ടിൽ ലഭിക്കുമല്ലോ ആ 5ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കാൻ നേരത്ത്. അതിനു വേണ്ടിയാണ് ഇവിടെ 5 തരത്തിലുള്ള കാർഡുകൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ 5 തരത്തിലുള്ള കാർഡുകൾ നമ്മളെല്ലാവരും ക്ലെയിം ചെയ്യണം. 5 കാർഡുകൾ എടുക്കാനായിട്ട് എന്ത് ചെയ്യണം ഗൈസ്, അതിനു വേണ്ടിയാണ് താഴെ നമുക്ക് സ്പിന്നിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ തവണ സ്പിൻ ചെയ്യുന്നത് ഫ്രീ ആയിരിക്കും. ബട്ട് ഗൈസ് നമുക്ക് പിന്നെ സ്പിൻ ചെയ്യാൻ വേണ്ടത് ടോക്കൺ ആണ്. അപ്പോൾ ടോക്കൺസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വേണം ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്പിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോക്കൺസ് ലഭിക്കാനാണ് നമുക്ക് ഇവിടെ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ദിവസവും ഫ്രീ ആകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, എന്നിട്ട് ഈ മിഷൻ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാ ടോക്കൺസും ക്ലെയിം ചെയ്യുക. കുറച്ച് നേരം നമ്മൾ ഗെയിം കളിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ മിഷൻ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ടോക്കൺസ് എല്ലാം ക്ലെയിം ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും പേജിലേക്ക് വരണം, ഹോം പേജിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യണം ഗൈസ്. നമ്മളെല്ലാവരും 5 സ്പിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാർഡുകൾ ലഭിക്കുന്നതായിരിക്കും. നമ്മളിവിടെ ആദ്യം സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് ബാഗിൻ്റെ കാർഡായിരുന്നു. ബാഗിൻ്റെ സ്കിന്നുള്ള ഗൈസ്, ഇത് ബാഗിൻ്റെ കാർഡാണ്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് കാർഡുകൾ വേണം. പിന്നെ നമ്മൾ സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് ബാനറിൻ്റെ ഒരു കാർഡ് കിട്ടി. പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് ബാഗിൻ്റെ കാർഡ് ലഭിച്ചിരിക്കുകയാണ്. തന്ന കാർഡ് വീണ്ടും വീണ്ടും നൽകാതെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കിട്ടാത്ത കാർഡാണ്. അപ്പോൾ നമുക്ക് അവതാറിൻ്റെ കാർഡ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സ്പിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 അവതാറിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ബാനർ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ബാനറിൻ്റെ കാർഡ്. നമുക്കിനി വേണ്ടത് ബൈക്കിൻ്റെയും പിന്നെ ബണ്ടിലിൻ്റെയും കാർഡാണ് ഗൈസ്. ബാക്കി 3 കാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും സ്പിൻ ചെയ്ത് നോക്കാം, നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ബാനർ ലഭിച്ചിരിക്കുകയാണ്, ബാനറിൻ്റെ കാർഡ്. ഓ ഗൈസ് നമുക്ക് ബണ്ടിലിൻ്റെ കാർഡ് കിട്ടി. നമുക്കിനി ബൈക്കിൻ്റെ കാർഡ് ലഭിച്ചാൽ നല്ലൊരു കാര്യമായിരിക്കും, നമുക്ക് സ്പിൻ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു മൈൽസും കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഗൈസ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഗൈസ് നമുക്ക് ബൈക്കിൻ്റെ കാർഡ് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കുക, നമ്മുടെ എല്ലാ കാർഡും ഇവിടെ ആയിരിക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അവതാറിൻ്റെ പിന്നെ ബാനറിൻ്റെ ബൈക്കിൻ്റെ ബാഗിൻ്റെ ബണ്ടിലിൻ്റെ എല്ലാ കാർഡും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്പിന്നിങ് നടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ഇത് അവതാർ ക്ലെയിം ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ സ്പിൻ ചെയ്യാൻ നേരത്തെ നമുക്ക് അവതാർ ക്ലെയിം ചെയ്യാം. നമുക്കിനി 2ാമത്തെ സ്റ്റേജിൽ നമുക്ക് ബാനർ ലഭിക്കാൻ നമുക്ക് വീണ്ടും സ്പിൻ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്പിൻ ചെയ്യാൻ വേണ്ടത് 2 കാർഡുകൾ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ടഫ് ആയിരിക്കുകയാണ്. അതായത് നമുക്ക് ഇത് റിവാർഡ് എടുക്കാനായിട്ട് ഇങ്ങനെ നമ്മളെല്ലാവരും ബൈക്കിൻ്റെ സ്കിന്നെ പിന്നെ ബാഗിൻ്റെ സ്കിന്നെ ബണ്ടിലൊക്കെ ക്ലെയിം ചെയ്യാൻ നമ്മളെല്ലാവരും സ്റ്റേജ് ക്രോസ് ചെയ്യണം. അപ്പോൾ സ്റ്റേജ് ക്രോസ് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഈ കാർഡുകളാണ് ഗൈസ്. 5 തരത്തിലുള്ള കാർഡുകൾ വേണം നമുക്ക് റിവാർഡ് ക്ലെയിം ചെയ്യാനായിട്ട്. അതുമാത്രമല്ല കാർഡുകൾ എവിടെ കിട്ടും, നമുക്ക് സ്പിൻ ചെയ്യേണ്ടതുണ്ട്. സ്പിൻ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് കാർഡുകളായിരിക്കും. അതുമാത്രമല്ല സ്പിൻ ചെയ്യാൻ ആവശ്യമുള്ളത് ടോക്കൺ ആണ്. അപ്പോൾ ടോക്കൺ നമുക്ക് എല്ലാവർക്കും മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നുണ്ട്, ഒരുപാട് ലഭിക്കുന്നുണ്ട്. നമുക്ക് 2ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് വേണ്ടത് 2 കാർഡുകൾ വെച്ചായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് 3ാമത്തെ സ്റ്റേജിൽ നമുക്ക് ബൈക്കിൻ്റെ സ്കിൻ എടുക്കാൻ നമുക്ക് വേണ്ടത് 3 കാർഡുകളായിരിക്കാം വേണ്ടത്. എല്ലാ 5 കാർഡും വേണ്ടത് 3 എണ്ണം വെച്ചായിരിക്കും. എന്തായാലും ഇന്നല്ല ഗൈസ് ഈവന്റ് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് തന്നെ എല്ലാ റിവാർഡും എടുക്കാൻ സാധിക്കില്ല. മാർച്ച് 8 ആകുമ്പോഴേക്കും ഇതിന് പീക്ക് ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഈ റിവാർഡും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാ റിവാർഡും മാജിക് ക്യൂബും പിന്നെ ഇമോട്ടൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. മിക്കവാറും നമുക്ക് പീക്ക് ഡേ ഒക്കെ ആയിരിക്കും. ഹോൾ ഈവന്റിൽ പീക്ക് ഡേ നമുക്ക് മാർച്ച് 8 ആയിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു മികച്ച വീഡിയോ നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.